പ്രിയമുള്ളവരെ നമസ്കാരം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ചരിത്ര പ്രസിദ്ധി ആർജിച്ച നമ്മുടെ മഹാരാജ് കോളേജിൻ്റെ ബാക്ക് വശമാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷേ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ഈ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ വലിയ മഹാന്മാരൊക്കെ പഠിച്ചു വളർന്ന ഒരു കോളേജാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്ക വരെ, മമ്മൂക്ക, അതുപോലെ തന്നെ ദിലീപേട്ടൻ, നമ്മുടെ സലീം കുമാർ, ടിനി ടോം, അങ്ങനെ വലിയ കുറേ അതിലും വലിയ മഹാന്മാരെ കൂടെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മഹാരാജ് കോളേജിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ കട. ഷാപ്പ് കറി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഷാപ്പിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ഇവിടെ കിട്ടും. കള്ളൊഴിച്ച് ബാക്കി എല്ലാം കിട്ടും. കള്ള് ഷാപ്പല്ല, ഇത് ഹോട്ടലാണ്. ഉച്ചഭക്ഷണം മാത്രം കൊടുക്കുന്നൊരു ഹോട്ടലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് ഐറ്റമാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നുള്ളത് നമുക്ക് നേരിട്ട് ഹോട്ടലിലേക്ക് എല്ലാം കമോ. ഇതാണ് നമ്മുടെ ഷാപ്പ് കറി എന്ന് പറഞ്ഞാൽ. അതെ, മഹാരാജ് കോളേജിന് പുറകുവശം. നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ തെറ്റിയൊന്നും പോകുന്നില്ല, പെട്ടെന്ന് വന്ന് കയറാമെന്നുള്ളൂ. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ആവില്ല. നോക്കിയേ, ഇതിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതെന്താ ഷാപ്പ് കറി ദേ ഇവിടെ കിട്ടും. ദേ പുട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ടൈറ്റിലുള്ള നേരത്തെ തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു പേരാണത്. നാടൻ ഊണ് കിട്ടും ഇവിടെ. കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്, താറാവ്, അപ്പം, ചെമ്മീൻ, കപ്പ, ചിക്കൻ, ചപ്പാത്തി എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്താണ് ഇവിടെ ചെയ്ത് കാണിച്ചു തരുന്നുള്ളത് നമുക്ക് അകത്ത് പോയി നോക്കാം. കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് നമുക്ക്. ഓക്കെ, കമോൺ. ആഹാ, മനോഹരമായിരിക്കണം. നമ്മൾ ഏതാണ്ട് ഇനി കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ അതിനേലും വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. കണ്ട, ഈറ്റ കൊണ്ടൊക്കെ മെനഞ്ഞെടുത്ത, നല്ല പനമ്പ് കൊണ്ടൊക്കെ എടുത്ത ഒരു സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആരും കാണാതെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ചിലക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ നോക്കിയിരിക്കണം ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. മനോഹരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തടികൾ കൊണ്ട് നിർമ്മിച്ചങ്ങനെ കണ്ടത്. കാരണം അപ്പം നല്ല തണുപ്പ് കിട്ടും. നല്ല ഇരുന്ന് കഴിക്കാനായിട്ടൊരു ഫാനിലെങ്കിലും നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു അവസ്ഥ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നല്ല ഭേദപ്പെട്ടൊരു കടയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി തന്നെ ഇപ്പോൾ മനസ്സിലായി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കൂന്തൽ നന്നാക്കേണ്ട ഒരു സംഭവം നമ്മൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അത് കട്ട് ചെയ്യണ ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത്. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇത് കട്ട് ചെയ്യണത്. ചേട്ടാ, ഇത് കട്ട് ചെയ്യണത് എങ്ങനെയാണ്? കാരണം നേരത്തെ നമ്മൾ നന്നാക്കി എടുത്തതിൻ്റെ ഇതിങ്ങനെ തന്നെ നേരെ വെച്ചിട്ട് റൗണ്ട് പീസായിട്ടാണ്. അത് സാധാരണ മീനൊക്കെ നന്നാകൊണ്ട് മാംസം മാത്രം ഇങ്ങനെ പൊളിച്ചെടുക്കുകയല്ല, ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമ്മൾ റൗണ്ടായിട്ടാണ്. അതുപോലെയാണ് ഇത് ചെറിയ കുനുകുനാന്ന് ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ്. കാരണം ഇത് വേവ് കൂടുതലുള്ളൊരു അല്ലേ മത്സ്യമാണ്. അത് തന്നെ അല്ല, ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളൊരു മത്സ്യമാണ് അല്ലേ. കാൽസ്യം ഉള്ള മത്സ്യമാണ് നമ്മുടെ ഈ കണവ എന്ന് പറഞ്ഞാൽ, കൂന്തൽ എന്ന് പറഞ്ഞ സംഭവം. അതിങ്ങനെ വട്ടം നുറുക്കിയെടുക്കാം. നേരത്തെ നമ്മൾ നന്നാക്കുന്ന വിധം കാണിച്ചു. നല്ല എളുപ്പമായിട്ട് കാണുമ്പോൾ വലിയൊരു ഭീകരമായിട്ടൊരു ജീവനെ പോലെ ഇരിക്കുന്ന ഒരു മത്സ്യമാണെങ്കിൽ തന്നെയും നിസ്സാരമായിട്ട് ചെമ്മീനൊക്കെ കിളുന്ന പോലെ നല്ല അതിൻ്റെ തലങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മൊത്തം കൂടി പോരും. പിന്നെ അതിൻ്റെ ഉള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ കളിപ്പാട്ടത്തിലൊക്കെ കിട്ടുന്ന പോലെ ഒരു നാക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. അത് വലിച്ചു വിടുക. പിന്നെ അതിൻ്റെ പുറന്തോലി ഇങ്ങനെ വെറുതെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇന്ന് കാണിച്ചു കൊടുത്താൽ നല്ല ക്ലീനായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ കിട്ടും. എന്നിട്ട് വട്ടം അരിഞ്ഞെടുത്തിട്ട് കഴുകുക അല്ലേ, കഴുകരുത്. ഇത് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗ്രേവി പെരട്ടണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ഇത് ആദ്യം വേവിക്കുമല്ലേ? സാധാരണ മീൻ പോലെയല്ല, ആദ്യം ഇത് വേവിച്ചിടണം. കാരണം നേരത്തെ പറഞ്ഞു ഇത്തിരി വേവ് കൂടിയ മത്സ്യമാണത്. കാരണം ഇത് മാംസത്തിനൊക്കെ ഭയങ്കര റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു മത്സ്യമാണത്. കാരണം അപ്പോൾ ആദ്യം ഇത് വേവിക്കണം അല്ലേ. വേവിച്ചതിന് ശേഷം കുറച്ച് വെന്തതിന് ശേഷമാണ് നമ്മൾ ഗ്രേവിയിലേക്ക് ഇടണം അല്ലേ. ഓക്കെ. ശരി, വട്ടം ഏകദേശം നമുക്ക് വേണ്ട വിഭവം നന്നാക്കേണ്ട കട്ട് ചെയ്യേണ്ട വിധങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കിനി അത് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് പാചകം ചെയ്യുന്ന രീതി നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ അത് കറക്റ്റായിട്ട് കാണിച്ചു തരും. ബിജുക്കുട്ടൻ എന്ന് പലരും നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ബിജുക്കുട്ടൻ ഉണ്ട് എന്ന് പറയാറുണ്ട് പലരും. പക്ഷേ നേരിട്ടൊരു ബിജുക്കുട്ടനെ കാണുന്നത് ഞാനിപ്പോഴാണ്. ചേട്ടൻ്റെ സ്ഥലം എവിടെ ശരിക്കും? ചേർത്തല അല്ലേ? ഓ, ചേർത്തല എന്നൊക്കെ പറയുമ്പോൾ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് അല്ലേ? അപ്പോൾ ഈ പലതരം മീനുകളും അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു ഇഷ്ടപ്പെടുന്നൊരു അല്ലേ, കുറേ ഷോപ്പുകളും കുറേ റെസ്റ്റോറൻറ്റും നല്ല വിഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് അല്ലേ, ചേർത്തല അല്ലേ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് മെയിൻ ഷെഫായിട്ട് ചേട്ടനോട് വെച്ചാണല്ലേ. എത്ര വർഷമായി ചേട്ടൻ ഇവിടെ വന്നിട്ട്? 3 വർഷം കഴിഞ്ഞല്ലേ. മെയിൻ ഷെഫാണല്ലേ. അപ്പോൾ ഇതിക്ക് മുമ്പ് ചേട്ടൻ എവിടെയായിരുന്നു? ബാറുകളിലായിരുന്നു. ഓക്കെ. സ്ഥലം ചേർത്തല അല്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് പാകം ചെയ്യാനുള്ള സമയമല്ലേ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം അല്ലേ. ഓക്കെ.
അപ്പോൾ ഏകദേശം നമ്മുടെ കൂന്തൽ കഴുകി വൃത്തിയാക്കി നല്ല കട്ട് ചെയ്ത് ഏകദേശം നമുക്ക് ഇനി റെഡിയാക്കാനുള്ള സമയമായിട്ടുണ്ട്. കുഞ്ഞേട്ടാ അടുത്ത് വരാം. അപ്പം നമുക്കിനി വേവിക്കാമല്ലേ? കാരണം ആദ്യം നമുക്ക് അല്ല മസാല മിക്സ് ചെയ്തിട്ടാണോ വേവിക്കണത്? അപ്പം മസാല ആദ്യം മിക്സ് ചെയ്തിട്ടാണ് വേവിക്കണത്. ലൈറ്റായിട്ട് ആദ്യം ഒത്തിരി മസാല ഇടില്ല, ലൈറ്റായിട്ട് ഈ മഞ്ഞപ്പൊടിയൊക്കെ തൂകുന്ന പോലെ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല തൂവിട്ട് ഒന്ന് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ പാചകത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ള ചെറിയൊരു എത്ര നേരം വേവിക്കണം? അരമണിക്കൂർ. സാധാരണ മീൻ വേവിക്കണോട്ട് ഞണ്ട് ചെമ്മീനൊക്കെ വേവിക്കണോട്ടല്ല, ഈ കൂന്തൽ എന്ന് പറഞ്ഞ സാധനം അരമണിക്കൂർ ആദ്യം വേവിച്ചതിന് ശേഷം. അത്രയ്ക്ക് ഹാർഡാണ് ഈ സാധനം. ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബർ പോലെ ഇരിക്കുന്ന ഈ സംഭവം. അപ്പോൾ ആദ്യം അരമണിക്കൂർ വേവിക്കണം, എന്നാലേ ഇത് സാധനം ഒന്ന് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു മഞ്ഞപ്പൊടിയും ചെറിയൊരു ഗ്രേവിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു ഗ്രേവിയിലേക്ക് ഇടാനുള്ളത്. ഓക്കെ 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 ഓക്കെ. കാരണം ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ഭയങ്കര ചൂടാണ് ഇവിടെ. എല്ലാം കണ്ടറിയാം, നല്ല പുകയും കാര്യങ്ങളും. ഇത് എനിക്ക് തോന്നുന്നത് ഇതെന്ത് മീനേട്ടാ? മീൻ പീര. ഓക്കെ, ഈ കൊഴുവ അല്ലെങ്കിൽ പീരയൊക്കെ ഇട്ടിട്ട് ഈ ഷാപ്പിലെ ഒരു പ്രത്യേകം ഒരു ഡിഷാണ് ഈ സംഭവം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. പീര പോലെ അല്ല, മീൻ പീര എന്ന് പറയും. ചെറിയ മീൻ, കൊഴുവ പോലത്തെ ചെറിയ മീനാണ് എടുക്കുന്നത്. അതെ. ഇത് ആദ്യം മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇടും. മുളക് പൊടി അല്ലേ? കുറച്ച് മുളക് പൊടി, എല്ലാം കുറേശ്ശെ എടുക്കണം. കാരണം ഒരു അരമണിക്കൂർ ആദ്യം വേവിക്കാൻ വേണ്ടിയാണ്. പെപ്പർ അല്ലേ? കുരുമുളക് ഇട്ട് കുറച്ച്, ഒത്തിരി മസാലപ്പൊടി, ഉപ്പല്ലേ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുള്ളൂ. നമ്മളെ കുടംപുളി ഇട്ടാൽ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒത്തിരി പുളിയും കാര്യങ്ങളും ഈ മീനിൻ്റെ ഒരു മാംസത്തിലേക്ക് പുളി പിടിക്കുമ്പോൾ പ്രത്യേക ഒരു ആകർഷണമാണ് നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് അല്ലേ? ഇഞ്ചി പച്ചമുളകും കൂടി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞാണ് കുറച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്. സാധാരണ ബീഫിലൊക്കെ നമ്മൾ തേങ്ങ അരിഞ്ഞ് ഇടൂലേ, അതുപോലെ ചെറിയൊരു മാംസം കടിക്കുമ്പോൾ ഗ്രേവിയൊക്കെ കൂടി ഈ തേങ്ങാക്കൊത്തിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്. കുറച്ച് പച്ച വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ പൊടിച്ചെടുക്കണല്ലേ. സാധാരണ നമ്മൾ പൊടികളൊന്നും പുറത്തുനിന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്ന അല്ല. ഫ്രീസർ ഇല്ല അല്ലേ ഇവിടെ? ഫ്രീസറില്ല, ഫ്രിഡ്ജില്ല. കാരണം നമുക്ക് പഴയ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് നാളെ കൊടുക്കുന്ന സംഭവം ഇവിടെ ഇല്ല. ഏറ്റവും ഇവിടെ തണുത്തോളം ചോദിച്ചാൽ ഇല്ല. കാരണം ഫ്രീസറില്ല, അതുപോലെ തന്നെ ഫ്രിഡ്ജില്ല ഇവിടെ. കാരണം ഈ സാധനങ്ങളൊന്നും നാളെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രണ്ടാമത് ചൂടാക്കി കൊടുക്കുന്ന ഇടപാടില്ല ഇവിടെ. ഫ്രഷാണ് ഇവിടെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് 1 മണിയാകുമ്പോഴേക്കും തീരും. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. അപ്പം നമുക്കിത് വേവിക്കാം അല്ലേ? ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു അരമണിക്കൂർ ഒന്ന് വെന്ത് കിട്ടണത് അല്ലേ? എന്നാലൊന്ന് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ഇതിൻ്റെ മാംസം. അപ്പോൾ നമ്മൾ കൂന്തൽ നമ്മൾ അടച്ചു വെച്ചു. ഇപ്പോൾ സാധാരണ വേവിക്കണ കൂട്ട് നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ തുടങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നന്നാക്കണം. നന്നായി കഴിഞ്ഞിട്ട് അത് വട്ടം ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം നേരത്തെ പറഞ്ഞ അരമണിക്കൂറൊന്ന് വേവിച്ച് സാധാരണ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അതൊക്കെ കുറേച്ച കുരുമുളക് പൊടി, പുളി, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വേപ്പിലയും കൂടി ഒരുമിച്ച് എന്താണ് ചെറിയ വെളുത്തുള്ളി, ഇതൊക്കെ കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് എല്ലാം കൂടി കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യത്തെ പോർഷൻ നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഒരു സാമ്പിൾ വെട്ടിക്കിട്ടുന്ന എന്നൊക്കെ പറയൂലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒറിജിനലായിട്ട് ഇത് വേവിച്ച് ഇത് പാചകം ചെയ്യേണ്ട രീതി കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ. ചേട്ടാ, ഇതിനകത്ത് നമ്മൾ ചേർത്ത എന്തൊക്കെയാണ്? ആദ്യം തുടങ്ങി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങാക്കൊത്ത് അല്ലേ? തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി. അതെ, ഇത് ഇത്രയും സാധനങ്ങൾ ലൈറ്റായിട്ടിട്ടാണ് ഇപ്പോൾ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ടൊന്ന് സാമ്പിൾ വെടിക്കെട്ട് പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒറിജിനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ 2 തവണ വേവിക്കണ ഈ സംഭവം. അപ്പോൾ ഒരു ചെറിയൊരു സംഭവത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കും. അപ്പോൾ നമ്മുടെ എന്താണ് ഡിഷ് അവിടെ പകുതി വേവായിക്കൊണ്ടിരിക്കണുള്ളൂ. ഒരു അരമണിക്കൂർ വേണമെന്നാണ് നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് റെഡിയായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കാം. അത് കണ്ടേ, ഓരോ സംഭവങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് നമുക്ക് ഇവിടെ ചോദിക്കാണ്ട് തന്നെ ഇവിടെ നിന്ന് ചോദിച്ചറിയാം. ഏരി ഒരെണ്ണത്തിന് 100 രൂപ. അതുപോലെ തന്നെ ഏട്ടാന്ന് പറഞ്ഞാൽ ഏട്ട എത്ര? 80. ഇന്നത്തെ വില വേറെ ആയിരിക്കും വില. അത് നമ്മുടെ മാർക്കറ്റിലെ വില അനുസരിച്ചാണ് ഇവിടുത്തെ വില. ചിലപ്പോൾ കുറേ ഇപ്പോൾ 80 രൂപയിൽ ചിലപ്പോൾ നാളെ കുറേ 75 ആവും, ചിലപ്പോൾ അത് 100 രൂപ ആവും. എന്നാൽ മാർക്കറ്റിലെ വില അനുസരിച്ചാണ് ഇവിടെ വില. അത് കൂടുതലൊന്നും വാങ്ങിക്കില്ല.
ഞണ്ട് അത് എത്രയാണ് ഞണ്ട്? ഒരു പ്ലേറ്റിന് 100 രൂപയാണ് ഞണ്ട്. അത് നമ്മുടെ പുഴഞ്ഞണ്ടാണ്, കടഞ്ഞണ്ടല്ല. അതുപോലെ ബീഫ് ഉണ്ട്, 90 രൂപ ബീഫിന്. ഇന്നത്തെ വിലയാണത്. ഇത് സിലോപ്പി. സിലോപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ റോസ്റ്റാണത്. കാരണം സിലോപ്പി എന്ന് പറയുമ്പോൾ കരിമീന് തുല്യം ഉള്ള മീനാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ട ഏകദേശം കരിമീൻ അത്രയും വലിപ്പവും അതുപോലെ മാംസവും ഏകദേശം ടേസ്റ്റും കരിമീൻ്റെ പോലെയാണ്. സിലോപ്പി 100 രൂപ. ചെമ്മീൻ റോസ്റ്റ് അല്ലേ? ചെമ്മീൻ റോസ്റ്റ് എനിക്ക് ഏകദേശം ഒരു 12 മണിയായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ എന്താണ് ഡിഷ് മാത്രം ഒരു അരമണിക്കൂർ താമസം ഉണ്ടായിന്. ആ അരമണിക്കൂറിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെന്താട്ടാ? കാളാഞ്ചി. കാളാഞ്ചി ഭയങ്കര വലിയ മീനാണ് കാളാഞ്ചി റോസ്റ്റ്. എന്താ കാരണം ഒരു പീസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പീസാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് കടിച്ച് തീർക്കാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ പീസുകളാണ് കാളാഞ്ചി. 90 രൂപ ഒരു പ്ലേറ്റിനല്ലേ? ഒരു പ്ലേറ്റിൽ ഒരെണ്ണം ഉണ്ടാവും, ഒരു കഷ്ണം ഉണ്ടാവും. പിന്നെന്താ അത്? നെയ്മീൻ. നമ്മൾ പറഞ്ഞ പോലെ കടലിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും ഏറ്റവും എന്താണ് പൈസ കൂടിയതുമായ മീനാണ് നെയ്മീൻ. 130 രൂപ. 130 ഉണ്ട്, 120 ഉണ്ട്. കാരണം അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും കുറച്ച് കൂടുതലും കുറവൊക്കെ വരുന്നത്. ഇതെന്താ? ചിക്കൻ. ചിക്കൻ റോസ്റ്റ്, നല്ല റോസ്റ്റ് ആയിക്കോട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെ എന്താണ് കറികൾ. ഇതിൻ്റെ കൂടെ ചോറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇല പൊള്ളിച്ചുണ്ട്. അതെ, ഓക്കെ. സാധാരണ നമ്മൾ അട ഒക്കെ ഉണ്ടാക്കണ പോലെ പൊള്ളിച്ച് ഇലയിൽ പൊള്ളിച്ചെടുത്താണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്. അതെന്താ ഏട്ടാ? കരിമീൻ പൊള്ളിച്ചത്. ഇത് തല മീൻ തല. ഈ ഷാപ്പിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. അല്ല, എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സാധനമാണ് തലക്കറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഡിഷ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്ന ഡിഷ് എന്താണ് കൂന്തൽ പകുതി വേവായിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അടുപ്പുകളൊക്കെ ഏകദേശം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ള കറികളൊക്കെ നമ്മൾ അപ്പുറം നേരത്തെ ഇപ്പോൾ എന്താണ് എല്ലാം കഴിഞ്ഞ് കണ്ടു. ഇനി നമ്മുടെ വിഭവം എന്താണെന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ പാചകം എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഒരു സംഭവമല്ല, വളരെ അധ്വാനമുള്ള ഒരു എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് ഈ പാചകം എന്ന് പറഞ്ഞത്. എല്ലാ അടുപ്പുകളൊക്കെ നേരത്തെ നല്ല ഫില്ലായിട്ടിരിക്കുകയായിരുന്നു.